നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ഇവിടെ എല്ലാവരും കരയിപ്പിക്കുന്നേ? അവളെ കരയിപ്പിച്ചതാണോ കുഴപ്പം? അവള് നമ്മളോട് ചെയ്ത ദ്രോഹോ? അവൾ എന്ത് ദ്രോഹം ചെയ്തെന്നാ പറയുന്നേ? പറഞ്ഞു കൊടുക്കണേ അങ്ങോട്ടെ. ഉമ്മ പോയിട്ട് ബാഗ് എടുത്തോണ്ടോ, നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി ഇവരുടെ ഒക്കെ ഇടയിൽ നിന്നാലേ ഞാൻ അറ്റാക്ക് വന്ന് മരിച്ചോ, ചെറിയ പ്രായത്തിൽ തന്നെ അറ്റാക്ക് വന്ന് മരിച്ചോ, എന്നെ കൊണ്ട് പറ്റൂല. നീ എന്തിനാ ഇങ്ങനെ നടന്ന് ബഹളം വെക്കുന്നേ? അവള് തോന്നിയ ദിവസം കാണിച്ചിട്ട് കിടന്ന് ബഹളം വെക്കാം. മോതല കണ്ണീരായിട്ട് ഇറങ്ങി നിർത്തിക്കോ. എന്ത് തോന്നിയ ദിവസം കാണിച്ചതാ നീ പറയുന്നേ? ഉമ്മ ഇവരെല്ലാം കൂടെ പന്ത് തട്ടുന്ന പോലെ എന്നെ ഇട്ട് തട്ടുന്നു. ഇനി എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല. നീ ചെയ്തൊക്കെ പിന്നെ ശരിയാണോടി? അവൾ എന്ത് ചെയ്തെന്ന് പറയണേ? പറഞ്ഞു കൊടുക്കണേ. ഉമ്മ നമുക്ക് പോവാന്ന് പറഞ്ഞില്ലേ? ആരെവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? എന്താ ഇവിടെ? നീ എന്താണ് ഷാഹിനെ കിടന്ന് കരയുന്നേ? അതെ, ഇനി എന്നെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചോർത്താന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എന്റെ അമ്മളിക്ക് അപകടത്തിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയോണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. അത് ശരി, ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങക്ക് നാണം ഉണ്ടോ പെണ്ണുപിള്ളേ? എന്നെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് നേർക്ക് നേരെ നിന്നിട്ട് വേണം, അല്ലാതെ ഇതുപോലെ ഡമ്മികളെ ഇറക്കിയിട്ടല്ല. ഒരുപാട് കിടന്ന് തുള്ളാതടി സാറാമേ. അതടി, ഞാൻ ജയിക്കാൻ വേണ്ടി പല കളികളും കളിച്ചുകൊണ്ടിരിക്കും. അതെ, നിന്നെയൊക്കെ പേടിച്ച് എന്റെ ചേച്ചി ഈ വീട്ടിൽ നിന്ന് മനസ്സ് കലങ്ങി ഇറങ്ങിപ്പോയ പോലെ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കാന്ന് പോലും വിചാരിക്കണ്ട. ആരും ഇവിടെ നിന്ന് ഇറങ്ങണ്ട. ഞാനും എന്റെ മോളോട് ഇറങ്ങിക്കോളാം. അത് ഈ കൊട്ടിലപ്പാട് തറവാടിന്റെ കിരീടത്തില് പൊന്തൂവലായിക്കോട്ടെ. ഉമ്മ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ പോയി ബാഗ് എടുത്തിട്ട് വാ. ഷാഹിന, ഇത് നിന്റെ അവസാന തീരുമാനമാണോ? അതെ, ഇത് തന്നെ എന്റെ തീരുമാനം. ഞാൻ പോവാ ഇവിടുന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അവസാനത്തെ പടിയിറക്കുവാ. ഇനി തിരിച്ച് ഈ കൊട്ടിലപ്പാട്ടോട് കയറാന്ന് നീ വിചാരിക്കരുത്. നിന്നാ തന്നെ എത്ര നാള് നിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാ. എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാമോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട് പിടിക്കാം. നല്ല ഐഡിയ അല്ലേ? ഷായന, ആ പെണ്ണുമ്പോൾ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് വീട്ടിലേക്ക് പോകുന്നില്ല. ഇവിടെ വായിക്കും, നമ്മൾ എന്തായാലും വീട്ടിൽ പോകുന്നില്ല. ഡി അല്ലേലും നിനക്ക് പോണോന്ന് വാർന്നോ? റെഡി? വേണ്ട. എന്നാലും എന്റെ വർഗവഞ്ചകി, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് പെട്ടി തൂക്കി അങ്ങ് ഇടങ്ങുവാണോ? ആരെങ്കിലും അല്ലല്ലോ, നിങ്ങളല്ലേ പറഞ്ഞേ. ശരി അമ്മായി, ഇനി അവളുടെ മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ. ഞാൻ വിഷമിച്ചാണ്, ഇവളോരോന്ന് ചെയ്ത് കൂട്ടിയിട്ടല്ലേ. എടി, എന്ത് പറഞ്ഞാ നിന്നെ ഭീഷണിപ്പെടുത്തിയേ? അമ്മളിക്ക് അവിടെ ജയിലിലാക്കും കൊല്ലുന്നൊക്കെ പറഞ്ഞ. എടി, അങ്ങനെ അവര് പറഞ്ഞപ്പോ നിനക്ക് എന്നോട് വന്ന് പറയാൻ പാടില്ലായിരുന്നോ? പറഞ്ഞിരുന്നെങ്കിൽ കുമാരിമോൾ അപ്പൊ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് അവിടെ ചെന്ന് അമ്പിളിമോനെ രക്ഷിച്ചേനെ അല്ലേ? അത് പോകുന്നുണ്ടോ? അല്ല, അമ്മ ചിരിപ്പിക്കാൻ വേണ്ടി. പോടി. അവിടെ ഒരു ബാഗ്. നീ പുറപ്പെട്ടു പോയേ? ശരിക്കും ഞാനൊന്നും പോവില്ല. ബാക്കിയുള്ളത് 225 കോടി രൂപ. രമട്ടോ, എന്നാ ചായ? എന്തുവാ പത്രത്തിനകത്ത് പോവാൻ പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ നോക്കുവാണോ? ഏത് സ്ഥലമാ? എനിക്കൊന്നും അറിയാത്ത പോലെ. തറവാട് വിറ്റ് കിട്ടുന്ന എന്തോ 4 സെന്റ് സ്ഥലം കണ്ട് വിറ്റിട്ട് ഓൾ ഇന്ത്യ ടൂറിന് എന്തോ പോവാന്നൊക്കെ എനിക്ക് അറിയാതൊക്കെ കേട്ടാ. പോകാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നേരെ ഗോവയിലോട്ടങ്ങ് വിട്ടോണം. അവിടുത്തെ ബാഗാ ബീച്ചൊക്കെ എന്ത് രസമാണെന്നറിയോ? പിന്നെ ഗോവയിലെ നൈറ്റ് ലൈഫ് ഒരു ഭയങ്കര ആംബിയൻസ് തന്നെ. സുലു പോയിട്ടുണ്ടോ? ഗോവ ആ ഭീമാപ്പള്ളിയിൽ ഒന്ന് പോണോന്ന് പറഞ്ഞിട്ട് ഇതുവരെ മജീദിക്ക് കൊണ്ടുപോയിട്ടില്ല. പിന്നെ എനിക്ക് ഗോവയിൽ പോകാൻ പോകുന്നത്. അല്ല സുലു, ഈ ബാഗാ ബീച്ചിലെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാലേ, അല്ല ഇതൊക്കെ സുലുവിനോട് ആരാ പറഞ്ഞു തന്നെ? അതാരും പറഞ്ഞൊന്നും അല്ലെന്നേ. ഞാനിങ്ങനെ ചുമ്മാ വീട്ടിൽ ഇരിക്കുമ്പോ ഇങ്ങനെ ഫോണിനകത്ത് ഇങ്ങനെ തോണ്ടി നോക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ഓരോ സ്ഥലമൊക്കെ കാണും. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതാ ഈ ബാഗാ ബീച്ചും നൈറ്റ് ലൈഫും ഒക്കെ. പിന്നുണ്ടല്ലോ വെൽറാമേട്ട, അവിടെ കാസിനും ഉണ്ട് കേട്ടോ. അവിടെ ഒന്നും പോയേക്കല്ലേ. വലിയ മൃഗങ്ങളാണോ? മൃഗമൊന്നും അല്ല, മറ്റേ പൈസ വെച്ച് ചൂത് കളിക്കുന്നത്. ഉള്ള പൈസ ഒന്നും അവിടെ കൊണ്ട് കൊടുത്തേക്കരുത്. 2 ബെർമുടയും കൂടെ മേടിച്ചു കേട്ടോ. അതെനിക്ക് ഞാൻ ഉപയോഗിച്ച ശീലമില്ലത്. പിന്നെ കുഞ്ഞുനാളെ ഈ മുണ്ടെടുത്ത് ശീലം ഉണ്ടായിരുന്നോ? പിന്നെ അതങ്ങ് ശീലമായതല്ലയോ? അതുപോലെ ഉണ്ട്, ബെർമുടയാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ശീലമായിക്കോളൂ. അപ്പൊ പോവാൻ തീരുമാനിച്ചു വെച്ചേക്കോ അല്ലേ? ഇല്ല, അങ്ങനെ ഞാൻ പോവാൻ തീരുമാനിച്ചൊന്നുമില്ല. വേറെ ഏതാ ഇപ്പൊ ഒരു സ്ഥലം ഉള്ളത്? ഗോവ കൊള്ളാം. പിന്നെ എവിടാ?
അതേ എന്താ രണ്ടാളും വർത്താനം പറഞ്ഞിരിക്കണേ? ഞങ്ങള് ഗോവയ്ക്ക് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനും സുൽത്താത്തെ കൂടി ഗോവയ്ക്ക് പോകണോ? അയ്യോ ഞാനില്ല, ബൽറാമേട്ടൻ ഒറ്റയ്ക്കാ പോന്നേ. അച്ഛന് ബോധമില്ല അച്ഛാ. തറവാട് ആശ്രമത്തിന് കൊടുത്ത് അമ്മ സന്യസിക്കാനും പോയി, എന്നിട്ട് അച്ഛൻ ഗോവയ്ക്ക് പോവാ. അതും ബെർമൂഡ ഇട്ട്. അയ്യയ്യ എന്തൊക്കെ കേക്കണം അച്ഛാ. ഇവിടെ ചെറുക്കാൻ ഞാനങ്ങ് പോകുന്നില്ല. സുലു ഗോവയ്ക്ക് പോകുന്ന കാര്യ പറഞ്ഞത്. സുൽത്താത്ത ഉണ്ടോ? അയ്യോ ഞാൻ പോകുന്നില്ല പുണ്ണി. എന്റെ എവിടുന്ന പൈസ? ബൽറാമേട്ടന്റെ കയ്യിലല്ലേ പൈസ? തറവാട്ടിലെ 4 സെന്റ് വിറ്റ് കിട്ടുന്ന പൈസ ബൽറാമേട്ടന്റെ കയ്യിലല്ലേ ഉള്ളേ. അച്ഛാ ആ 4 സെന്റ് വിറ്റോ? ഞാനത് സൊസൈറ്റി പോയി വന്നപ്പോഴേക്ക് എന്തൊക്കെയാ അവിടെ സംഭവിച്ചേ? എടാ ചുമ്മാ എടാ ഈ സുലു എന്തൊക്കെയാ പറയുന്നത്? എടാ അതൊന്നും വിറ്റിട്ടില്ലെന്ന്. അത് വിറ്റിട്ടില്ല പുണ്ണി, ചുമ്മാരി. പിന്നെ സുൽത്താത്തയല്ലേ ഒക്കെ പറഞ്ഞേ? വിറ്റ് കിട്ടുന്ന പൈസ എന്നല്ലേ പറയുന്നേ. അത് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്ക പുണ്ണി. ഓ ഇപ്പൊ കുറ്റമുഴുവൻ എനിക്കായി. ഞാൻ പോവാ. പങ്കു വരണ്ടാന്നേ. അല്ല അതല്ലാന്നേ, അതുവരെ തനിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഇതിപ്പോ ഞാൻ ആദ്യമായിട്ടല്ലല്ലോ ഒറ്റയ്ക്ക് പോകുന്നത്. അല്ല ഞാൻ പറഞ്ഞതാ. ഇതിങ്ങട്ടാ ബാഗൊക്കെ തൂക്കിയിട്ട് നിങ്ങളും ഗോവയ്ക്ക് പോവാ? ഗോവയ്ക്കോ? ആരെവിടുന്ന് ഗോവയ്ക്ക് പോണ? ആ അച്ഛനും സുൽത്താത്തയും ഗോവയ്ക്ക് പോണ കാര്യം പറഞ്ഞേ. അയ്യോ ഞാനൊന്നും പോകുന്നില്ല, ബൽറാമേട്ടൻ ഒറ്റയ്ക്കാ പോന്നേ. എന്താടി അത്? അതെ എന്റെ വായിരിക്കൊന്നും കേക്കല്ലേ ഞാൻ പറഞ്ഞേ. അങ്ങനൊന്നും അല്ല പങ്കിയമ്മ. ഈ ബൽറാമേട്ടന്റെ പേരിലുള്ള 4 സെന്റ് സ്ഥലം വിൽക്കുമ്പോഴേ ഓൾ ഇന്ത്യ ടൂറിന് പോവല്ലോ, ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങള്. ഇതിപ്പം ഞാൻ ഗോവയ്ക്കൊന്നും പോവല്ല, പാർട്ടി മീറ്റിങ്ങിന് വേണ്ടി തിരുവനന്തപുരം വരെ ഒന്ന് പോകുന്നു. പങ്കുവിന് മീറ്റിംഗ് ഒന്നുമില്ല, പങ്കു ഇവിടെ തന്നെ കാണും. ഒറ്റയ്ക്കോ? അല്ല പങ്കിയമ്മാൻ എന്താ കൊണ്ടുപോകത്തെ? പങ്കു വരേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് പോകേണ്ട കാര്യമുള്ളൂ. അയ്യോ അത് കഷ്ടായിപ്പോയല്ലോ. അതെന്താ? പങ്കിയമ്മാൻ ഈ വീട് പാർട്ടി ആഫീസ് ഈ വീട്, അതല്ലാതെ ഈ പുറലോകം കണ്ടിട്ടേയില്ല. ആ പാവത്തിനെ കൂടെ ഒന്ന് തിരുവനന്തപുരം കാണിച്ചിട്ട് പോവാ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിക്ക് പോയതാരാണ്? അത് ഡൽഹി അല്ലേ, തിരുവനന്തപുരം അല്ലല്ലോ. അത് തന്നെയല്ല, നമ്മള് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങള് ഭർത്താക്കന്മാരെ കൂടെ കൊണ്ടുപോകണം അല്ലേ ബൽറാമേട്ടാ? അങ്ങനെയാണെങ്കിലേ സീതാലക്ഷ്മി ആശ്രമത്തിൽ പോയപ്പോഴേ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയാലല്ലോ. അതിനായ സുൽത്താത്ത അങ്ങനെ വാശി പിടിക്കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മജീദ് ഖാൻ മരക്കച്ചവടത്തിന് മുമ്പ് സുൽത്താത്തനെ കൊണ്ടുപോകണ്ടോ? ഞാനിപ്പോ സൊസൈറ്റിയിൽ പാൽ കൊടുക്കാൻ പോയി, ഞാൻ കുമാരിയെ കൊണ്ടുപോയോ? അയ്യോ അപ്പുണ്ണിക്ക് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അപ്പുണ്ണി ഞാൻ പറഞ്ഞത് ഭാര്യമാര് പോകുമ്പോ ഭർത്താക്കന്മാരെ കൊണ്ടുപോകണോന്നാ, അല്ലാതെ ഭർത്താക്കന്മാര് പോകുമ്പോ ഭാര്യമാരെ കൊണ്ടുപോകണോന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാ. അല്ല അങ്ങനെയാണെങ്കിൽ സുലുത്ത് ഇങ്ങോട്ട് വന്നപ്പോ എന്താ മജീദ് ഖാനെ കൊണ്ടുവരാഞ്ഞത്? അതിനായോ ആണല്ലോ. എന്നാ പിന്നെ സാറാമ്മ പോയിക്കോ കേട്ടോ. കഴിഞ്ഞോ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ബലരാമേട്ട ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ചിലപ്പോ നാളെ തന്നെ വന്നെന്നിരിക്കും. ശരിയെന്നാ എന്നാ ഞാനും കൂടി വരാം. പങ്കു വരണ്ടെന്നല്ലേ പറഞ്ഞത്? അതല്ലടോ റെയിൽവേ സ്റ്റേഷൻ വരെ. ഓ അതിന്റെ ആവശ്യമാണ്, ഞാൻ ഇവിടെ നല്ല ഓട്ടോയും പിടിച്ചങ്ങ് പൊക്കോളാം. ഓ അതിനെ കൂടെ ഒന്ന് കൊണ്ടുപോ സാറാമ്മേ. പാവം ആ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്ക്. നിങ്ങക്ക് എന്താ സുലുത്ത, വേറെ ഒരു പണിയില്ലേ? ഇല്ലാന്നേ. എന്നാ ഒരു കാര്യം ചെയ്, പങ്കും കൂടെ വാ. എനിക്ക് ആ ട്രെയിനെങ്കിലും ഒന്ന് കാണാലോ. കണ്ട അങ്ങനെ ഞാൻ പറഞ്ഞോണ്ടാ കൊണ്ടുവന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.